സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ജഡ്പട് ഔർ നടുക്കട് കഹാനിയിലെ പാർട്ട് 3 കുറിച്ച് പരിചയപ്പെടാം. അതിനു മുന്നേ കഴിഞ്ഞ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. നടുക്കട് നദി കിനാരെ ക്യോ ഗയാ? നടുക്കട് നദീ തീരത്ത് എന്തിനായിരുന്നു പോയിരുന്നത്? കാഗസ് കി നാവേം പാനീമേ ബഹാനെ കീരെ. ടെസ്റ്റ് തന്നെ ഉണ്ട്, ആൻസർ കണ്ടുപിടിച്ച് എഴുതേണ്ടതാണ്. നടുക്കട് കുശ് ഹോക്കർ താലി ബജാനെ ലഗ. നടുക്കട് ഹാപ്പിയായിട്ട് കൈയടിച്ചു. എന്തുകൊണ്ടായിരിക്കാം? ക്യൂ, വൈ, എന്തുകൊണ്ട്? പാനീമേ നാവേം ബഹ് ജാനേസെ നടുക്കട് കുശ് ഹുവ. അതുപോലെ ഗർ ജാക്കർ ജഡ്പട് മാം സെ ശികായത്ത് കർത്ത. ഇസ് പർ മാം ഔർ ജഡ്പട് കെ ബീച്ച് വാർത്താലാപ്. അത് കുറച്ച് എഴുതാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ക്യാൻസർ എഴുതാം. നെക്സ്റ്റ്, കിസ്കോ തൈർന ആത്താത്ത. കിസ്കോ, ആർക്കാണ് നീന്തം അറിയുന്നത്? ജഡ്പടുക്കോ. കിസ്കോ തൈർന നഹി മാത്ത. ആർക്കാണ് നീന്തം അറിയാത്തത്? നടുക്കടുക്കോ. ഓക്കെ. കിസ്നെ പാനീസെ നടുക്കടുക്കോ ബജായ. ആരായിരുന്നു വെള്ളത്തിൽ നിന്നും നടുക്കടിനെ രക്ഷിച്ചത്? ആരായിരുന്നു? ജഡ്പട്. ഉസ്നെ മേം നിഹിത് സർവനാം ക്യായ. ഉസ്നെ എന്ന് പറയുമ്പോൾ അവിടെ പ്രോനൗണാണ്. വഹ് പ്ലസ് നെ ആണ് ഉസ്നെ. അപ്പോൾ വോ ആണ് അതിൻ്റെ അകത്ത് സർവനാം എന്നോർക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോനൗൺ അറിയാനുണ്ട്. മൈ, തു, ഹം, തും, വോ, യഹ്, വേ, യേ, ആപ്പ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നടുക്കടിന് രോത്തെ രോത്തെ കഹാ തും ഗർജാക്കർ മാംസെ മേരി ശികായത്ത് കരോഗെ അതുവരെയാണ് എടുത്തത്. വീട്ടിൽ പോയിട്ട് അമ്മയോട് നീ പരാതി പറയില്ലേ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ്, അഗർ ന കരൂം തോ ജോ കഹോ. നടുക്കടുക്ക രോന ബന്ദ് ഹോ ഗയാ. മുझे कागज की नाव बनाना नहीं आता, तुम सिखा दोगे? हाँ, उसमें क्या है? नड़कड़ खुश होकर बोला, पर मुझे तैरना नहीं आता, तुम सिखा दोगे? हाँ, उसमें क्या है? जड़पड़ ने मुस्कुराते हुए नड़कड़ के शब्दों की नकल की और दोनों भाई हंस पड़े. लेकिन जड़पड़ ने नड़कड़ का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उड़ाया तो एकदम चिंतित होकर बोला, अरे छोटे, हम दोनों के कपड़े भीग गए हैं. അപ്പോൾ അമ്മയോട് പരാതി പറയില്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ജഡ്പട് പറഞ്ഞത്? അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതിരുന്നാൽ പോരെ. തോ ജോ കഹോ. അപ്പോൾ നടുക്കടുക്ക രോന ബന്ദ് ഹോ ഗയാ. പറയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ കരച്ചിൽ നിർത്തി. രോന ബന്ദ് ഹോന, കരച്ചിൽ നിർത്തുക. മുझे കാഗസ് കി നാവ് ബനാന നഹി മാത്ത. എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കുവാൻ അറിയില്ല. തും സിഖാദോഗെ. നീ എന്നെ പഠിപ്പിക്കില്ലേ, നിങ്ങൾ എന്നെ പഠിപ്പിക്കില്ലേ. തും എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ന്, സിഖാന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. ആ ഉസ്മേൻ ക്യാ ഹേ. ഓ അതിനെന്താണ്? നടുക്കട് കുശ് ഹോക്കർ ബോല. നടുക്കട് ഹാപ്പിയോടെ പറയുകയാണേ, ഞാൻ നിന്നെ പഠിപ്പിക്കാം. പർ മുझे തൈർന നഹി മാത്ത. പക്ഷേ ആർക്ക് നീന്തറിയില്ല? നടുക്കടിന് നീന്തറിയില്ല അല്ലേ? അപ്പോൾ നടുക്കട് പറയാണ്, എനിക്ക് നീന്തറിയില്ല. തും സിഖാദോഗെ. നിങ്ങൾ എന്നെ പഠിപ്പിക്കില്ലേ? ഹാം ഉസ്മേ ക്യാ ഹേ. ഓ അതിനെന്താണോ, ഞാൻ പഠിപ്പിക്കാമല്ലോ. ജഡ്പടിനെ മുസ്കുരാത്തെ ഹുയെ നടുക്കടുക്കെ ശബ്ദവും കി നക്കൽ കി എന്ന് പറഞ്ഞാൽ ജഡ്പട് ഹാപ്പി ആയിട്ട് തന്നെ നടുക്കടിനോട് എന്ത് ചെയ്തു? നടുക്കടിൻ്റെ ശബ്ദത്തിൽ അവിടെ അവൻ്റെ വാക്കുകളിൽ നക്കൽ കി എന്ന് പറഞ്ഞാൽ അനുകരിച്ചു. ഓർ ദോനോ ബായ് ഹസ് പടേ. രണ്ടുപേരും ഹാപ്പിയായി അവിടെ ചിരിച്ചു. ലേക്കിൻ ജഡ്പടിനെ നടുക്കടുക്ക ബസ്ത ഉസേ പകടാക്കർ പുൽക്കി മുണ്ടേർ पर से अपना ബസ്ത ഉടായ. ജഡ്പട് നടുക്കടിൻ്റെ ബാഗ് അവൻ്റെ കൈവശം കൊടുത്തിട്ട് പാലത്തിൻ്റെ മുണ്ടേർ പറഞ്ഞ കൈവരിയിൽ നിന്നും അപ്പന ബസ്ത ഉടായ, തൻ്റെ ബാഗ് എടുത്തു. തോ ഏകദം ചിന്തിത് ഹോക്കർ ബോല. ഒരു നിമിഷം അവനൊന്ന് ചിന്തിച്ചു പറയുകയാണ്, അരേ ചോട്ടെ, ഹം ദോനോ കെ കപ്പടെ ഭീഗ് ഗയേ ഹേ. ഇപ്പോൾ ചോട്ടെ എന്ന് പറഞ്ഞാൽ സഹോദരനോട്, അനുജനോട് പറയാണ്, അനുജ, നമ്മൾ രണ്ടുപേരുടെയും കപ്പടെ മീൻസ് ഡ്രസ്സ്, ഭീഗ് ഗയേ ഹേ നനഞ്ഞിട്ടല്ലേ ഉള്ളത് എന്ന് പറഞ്ഞു. ഹമേ ഭീഗേ കപ്പടോമേ ദേക്ക് മാം പൂച്ചേകി. അതാണ് നമുക്ക് പറയേണ്ടത്. പ്രധാനപ്പെട്ട വേർഡ് മീനിങ്: കുശ് ഹാപ്പി ആവുക, ബോൽന സംസാരിക്കുക, ശബ്ദവും കി നക്കൽ മീൻസ് ശബ്ദത്തെ അനുകരിക്കുക, ഹസ്ന ചിരിക്കുക, ഏകദം പെട്ടെന്ന്, കപ്പടെ യ ഡ്രസ്സ്, ഭീഗിന നനയുക, പൽ യാ നിമിഷം,
അതുപോലെ സൂഖ്ന ഡ്രൈ ആവുക, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഹമേ ഭീഗെ കപ്പടോ മേ ദേക്ക് മാം പൂച്ചേഗി तो क्या कहेंगे? हाँ बड़े। अब नडकड़ ने एक पल सोचा और बोला, आओ दौड़ लगाते हो, कपड़े अपने आप सूख जाएंगे. हाँ ये न ठीक है. जड़पड़ ने अपना बस्ता पीठ पर डांगते हुए कहा. എന്താണ് മനസ്സിലായത്? ഹമേ ഭീഗെ കപ്പടോ മേ ദേക്ക്, നമ്മൾ രണ്ടുപേരും നനഞ്ഞ ഡ്രസ്സോടെ പോകുമ്പോൾ മാം പൂച്ചേകി, പൂച്ചന മീൻസ് ചോദിക്കുക, तो क्या कहेंगे, അമ്മ ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ മറുപടി പറയുക? हाँ बड़े. अब നടുക്കടെ ने एक पल सोचा और बोला. അപ്പോൾ നടുക്കടെ ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് പറയാണ്, ആവോ ദൗഡ് ലഗാത്തെ ഹെ, നമുക്ക് രണ്ടുപേർക്കും ഓടി നോക്കാം. കപ്പടെ അപ്പനെ ആപ്പ് സൂഖ് ജായകെ, ആ സമയത്ത് ഡ്രസ്സെല്ലാം നനവൊക്കെ പോയാൽ ഉണങ്ങും. യാ സൂഖിന മീൻസ് ഉണങ്ങുക. ആ ഏ ടീക്ക് ഹേ. ജഡുപ്പടിനെ അപ്പന ബസ്ത പീട്ടുപ്പർ ഡാങ്കുത്തേക്ക് കഹ. അപ്പോൾ ജഡുപ്പട് എന്ത് പറഞ്ഞു? ആ നീ പറഞ്ഞതൊക്കെ ശരിയാണ്, നമ്മൾ ഓടിയാൽ തീർച്ചയായിട്ടും ആ കാറ്റിന് നല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ഡ്രസ്സ് ഉണങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ജഡുപ്പടിനെ അപ്പന ബസ്ത, ജഡുപ്പട് തൻ്റെ ബാഗും പീട്ടുപ്പർ ഡാങ്കുത്തേക്ക് പുറത്തിങ്ങനെ തൂക്കിയിട്ട് അവൻ അങ്ങനെയാണ് പറഞ്ഞത്. നെക്സ്റ്റ്, नडकड़ ने भी अपना बस्ता पीठ पर डांग लिया और जड़पड़ के बराबर खड़े होकर दौड़ शुरू करने में के अंदाज में बोला, एक दो तीन. दोनों दौड़ पड़े, आगे पीछे नहीं, एक दूसरे का हाथ पकड़े साथ साथ. नडकड़ ने भी अपना बस्ता पीठ पर डांग लिया. അപ്പോൾ ജഡുപ്പട് തൻ്റെ ബാഗ് പുറത്തേക്ക് തൂക്കിയിട്ടതുപോലെ തന്നെ നടുക്കടും തൂക്കിയിട്ടു. ഡാങ്കിന മീൻസ് തൂക്കിയിടുക. അവർ ജഡുപ്പടിക്ക് ബരാബർ കടേ ഹോക്ക്, രണ്ടുപേരും ഈക്വലായിട്ടാണ് നിന്നു. ദൗഡ് ശുരു കർണേക്ക് അന്താസ്മേ പോല, അപ്പോൾ ഓടുന്ന ആ സമയത്ത് തന്നെ രണ്ടുപേരും പറയുകയാണ്, സംസാരിക്കുകയാണ്. 1 2 3 എന്ന് നമ്മൾ ഓടാൻ തയ്യാറാവുന്നതിൻ്റെ ആ ഒരു 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് ദോനോം ദൗഡ്പടെ, രണ്ടുപേരും ഓടാൻ ആരംഭിച്ചു. ആകെ പീച്ചെ നഹി, മുന്നോട്ടും പിന്നോട്ടും നിന്നുകൊണ്ടല്ല, പിന്നെ എങ്ങനെയായിരുന്നു? ഏക് ദൂസരേക്ക ഹാത്ത് പകടക്ക്, രണ്ടുപേരും പരസ്പരം കൈ പിടിച്ചുകൊണ്ടാണ് സാത്ത് സാത്ത് ദൗഡ, രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് ഓടിയത്. ഇവിടെ ബരാബർ എന്ന് പറഞ്ഞാൽ ഈക്വൽ, അതുപോലെ തന്നെ ശുരു കർണ ആരംഭ കർണ, അന്താസ് എന്ന് പറഞ്ഞാൽ ഹാവ്ഭാവ്, അതുപോലെ ഏക് ദൂസരേക്ക എന്ന് പറഞ്ഞാൽ പരസ്പരം. നെക്സ്റ്റ് ഭാഗം, സർദിയാം അബി ശുരു ഹോ നഹി ഹുയി തി, मौसम साफ था, चड़कीली धूप निकली हुई थी. दोनों भाई मज़े में दौड़ते चले गए. नाला पार किया, बाग पार किया, खेत पार किया, बरगद को भी पीछे छोड़ दिया. लेकिन पोखर तक पहुँचते पहुँचते दोनों थक गए और रुक गए. സർദിയാം അബി ശുരു നഹി ഹുയി തി. എന്താണ് സർദിയാം? സർദിയ മീൻസ് തണുപ്പ്, നല്ല തണുപ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല, തണുപ്പൊക്കെ ഇല്ലാത്തൊരു ടൈമായിരുന്നു. മൗസം സാഫ്ത, സീസൺ എല്ലാം നല്ല, മൗസം സാഫ്ത നല്ല കാലാവസ്ഥയായിരുന്നു. ചടക്കീലി ധൂപ് നിഗലി ഹുയിത്തി, ചടക്കീലി മീൻസ് നല്ല ഉദിച്ചു വരുന്ന വെയിൽ, ധൂപ് തിളങ്ങുന്ന എന്നാണ് പറയാ, ധൂപ് വെയിൽ, നിഗലി ഹുയിത്തി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ദോനോം ബായ് മസേമേ ദൗഡ്തേ ചലഗേ. അപ്പോൾ നല്ല ആ കാലാവസ്ഥയിൽ രണ്ടുപേരും ഓടി നല്ല രസകരമായിട്ട് അവർ ഹാപ്പിയായിട്ട് ഇങ്ങനെ ഓടുകയാണ്. നാല പാർക്കിയ, ഓർക്കുന്നുണ്ടല്ലോ, നാല, ബാഗ്, കേത്ത്, ബർഗദ്, ഇതൊക്കെ കടന്നിട്ടാണ് അവർ സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും കാണുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ തരണം ചെയ്തു, എല്ലാം മുന്നോട്ടേക്ക് അവർ അങ്ങോട്ടേക്ക് എത്തി, അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. ലേക്കിൻ പക്ഷേ പോക്കർ തക്ക് പഹൂഞ്ചത്തെ, പോക്കർ പഠിച്ചു കഴിഞ്ഞാണ് കുളം, അവിടെ എത്തുമ്പോഴേക്കും ദോനവും തകുകയെ, രണ്ടുപേരും എന്തായി, ക്ഷീണിച്ചു, ആകെ ടയർഡായി. രുകുകയെ, അവിടെ അവർ നിന്നു. സർദിയാം എന്ന് പറഞ്ഞാൽ തണുപ്പ്, ആ സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു, അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു. ആ വെയിലുള്ള സമയത്ത് രണ്ടുപേരും മുന്നോട്ടേക്ക് ഓടുകയാണ്. അപ്പോൾ എല്ലാ കുളങ്ങളും അതുപോലെ തോടുകളും തോട്ടങ്ങളും അതുപോലെ അരയാൽ ഇതൊക്കെ അവർ
ഓടി അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അവരങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് ഓടിയെത്തുമ്പോഴത്തേക്കും കുളത്തിൻ്റെ അടുക്ക് എത്തുമ്പോഴും അവർ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങനെ അവർ കുറച്ച് സമയം അവിടെ നിന്നു. കപ്പടെ സൂഖ് ഗയേ ചോട്ടെ ജഡ് പടനെ ഹാഫ്തെ ഹുയെ ലേക്കിൻ കുछ होते हुए कहा हाँ बड़े वाकई कपड़े तो सूख गए നടുക്കട് ने भी कुछ होकर कहा. അപ്പോൾ കപ്പടെ സൂഖേ അവർ ഓടി മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് സമയം അവിടെ നിന്നു. അപ്പോഴും ചോട്ടെ കപ്പടെ സൂഖുകയെ ചോട്ടെ എന്ന് പറഞ്ഞാൽ വസ്ത്രമൊക്കെ ഉണങ്ങിയല്ലോ അനുജ എന്ന് പറയുന്നത് പോലെ. ജഡുപ്പടിനെ ഹാഫ്തെ ഹുയെ ലേക്കിൻ കുച്ച് ഹോത്തെ ഹുയെ കഹ. അപ്പോൾ ജഡുപ്പട് എന്ത് പറഞ്ഞു? ആകെ ഹഫ്ന മീൻസ് കിതച്ചുകൊണ്ട്. അവൻ കുച്ച് ഹോത്തെ ഹുയെ ആകെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ പറയണം. കാരണം അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ ചോദിക്കും, അപ്പോൾ അതിന് ആൻസർ പറയേണ്ടി വരും. അതിന് മുന്നേ ഡ്രസ്സ് ഉണക്കിയാൽ നല്ലതാണ് എന്ന രീതിയിലാണ് രണ്ടുപേരും ഓടിയത്. അങ്ങനെ ജഡുപ്പടിനെ ഹഫ്തെ ഹുയെ ലേക്കിൻ കുച്ച് ഹോത്തെ ഹുയെ ബി എന്ന് പറഞ്ഞർത്ഥം ആകെ ഓടി കിതക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം ഹാപ്പിയുമായി സന്തോഷത്തോടെ പറയാണ് ബഡേ ബക്കായ് എന്ന് പറഞ്ഞു. ബഡേ ബാക്കൈ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠ കപ്പടേത്തു സൂക്കുകയെ ശരിയാണ്, ഡ്രസ്സൊക്കെ ഉണങ്ങിയല്ലോ. നടുക്കട് നബി കുച്ച് ഹോക്കർ കഹ നടുക്കടും അവിടെ ഹാപ്പിയായി. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഭാഗം നോക്കാം. तभी नडकड़ को पोकर किनारे एक चिकनी गिट्टी दिखाई पड़ी. नडकड़ ने उसे उड़ा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की तरह पर उछलती हुई दूर तक चली गई. देखा देखी जड़पड़ ने भी एक गिट्टी उड़ाकर फेंक दी, लेकिन उसकी गिट्टी एकदम पानी में गुड़प हो गई. बड़े तुमको गिट्टी पैराना नहीं आता? हाँ छोटे तुम सिखा सकते हो. तभी नडकड़ को पोकर किनारे की चिकनी गिट्टी दिखाई पड़ी. അപ്പോഴേക്കും നടുക്കടന് പോക്കർക്കെ കിനാര എന്ന് പറഞ്ഞാൽ ആ കുളത്തിൻ്റെ അടുത്ത് തന്നെ ചിക്കിനി ഗിട്ടി തികായിപ്പടി എന്നാൽ ചിക്കിനി എന്ന് പറഞ്ഞാൽ മിനുസമുള്ള, ഗിട്ടി മീൻസ് സ്റ്റോൺ ആണ്, കല്ലാണ്. അപ്പം മിനുസമുള്ള കല്ല് അവൻ കണ്ടു. നടുക്കടനെ ഉസേ ഉഡാലിയ നടുക്കട് വേഗം തന്നെ അത് എടുത്തു. അവർ തിർച്ചെ ഹോക്കർ ഉസേ ഇസ് തര ഫേങ്ക. തിർച്ചെ ഹോക്കർ ഫേങ്കിന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളച്ചുകൊണ്ട് ഇങ്ങനെ ഫേങ്കിന ടു ത്രോ എന്ന് പറഞ്ഞാൽ എറിയുക. കല്ലെടുത്തിട്ട് അവനിങ്ങനെ എറിഞ്ഞ് കാണിച്ചു. പാനി കി സദഹ് പർ ഉജ്ജലി ഹുയി ദൂർ തക്ക് ചലികൈ. ആ കല്ല് എവിടത്തേക്കാണ് തെറിച്ചത്? പാനി കി സദഹ് പർ എന്ന് പറഞ്ഞർത്ഥം സദഹ് മീൻസ് അത് വെള്ളത്തിൻ്റെ മുകളിലൂടെ ഉപരിതലത്തിലൂടെ, ഉജ്ജലി ഹുയി തുള്ളിക്കൊണ്ട് ദൂർ തക്ക് ചലികൈ അവിടെ ഇങ്ങനെ തെന്നി ദൂരേക്ക് അങ്ങോട്ടേക്ക് കല്ല് തെറിച്ചു പോയി. ദേക്കാ ദേക്കി ജഡപ്പടിനെ ബി അത് കണ്ടപ്പോൾ ജഡപ്പെടും ഏക്ക് ഗിട്ടി ഉടാക്കർ ഒരു കല്ലെടുത്തു. ഫേങ്കുതി അതായത് നടുക്കട് എങ്ങനെയാണോ എറിഞ്ഞത് അതുപോലെ തന്നെ എറിയുവാൻ വേണ്ടി ജഡപ്പെടും ഒരു കല്ലെടുത്തു. ലേക്കിൻ പക്ഷേ ഉസ്കി ഗിട്ടി ഏകദം പാനിമേ ഗുടുപ്പ് ഹോഗി. അവൻ്റെ ആ കല്ലെങ്ങനെയായിരുന്നു? ഏകദം ഒരു നിമിഷം പാനിമേ ഗുഡുംബ് ഹോഗി. ക്യാ ഹെ ഗുഡുംബ് ഹോന എന്ന് പറഞ്ഞാൽ ഗുഡുപ്പ് ഹോന എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് മറഞ്ഞു പോയി, അങ്ങോട്ടേക്ക് മറഞ്ഞു പോവുകയാണ്. ആ കല്ല് ശരിക്കും അവൻ എറിഞ്ഞതുപോലെയല്ല, ഇത് ശരിക്കും എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് മറയാണ്, അത് കാണുന്നില്ല. ഏകദം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട്, ഗുഡുപ്പ് ഹോന അങ്ങോട്ടേക്ക് മറഞ്ഞു പോവുക. അങ്ങനെ ബഡേ തുംകോ ഗിട്ടി പൈരാന നഹിമാത്ത. അപ്പോൾ എന്താണ് നടുക്കട് പറയുന്നത്? നിങ്ങൾക്ക് ഗിട്ടി പൈരാന എന്ന് പറഞ്ഞാൽ, ഗിട്ടി പൈരാന എന്ന് പറഞ്ഞാൽ പാനിമേ പത്തർ ഉജ്ജലന എന്ന കല്ലിങ്ങനെ എറിയുക. വെള്ളത്തിൽ ഇങ്ങോട്ട് കല്ലെറിയാൻ അറിയില്ലേ എന്ന് അനുജനായ നടുക്കട് ചോദിച്ചു. ഹാം ചോട്ടെ തും സിഖാ സക്തേ ഹേ നഹി ആത്ത അല്ലെ പൈരാന നഹി ആത്ത എന്ന് ചോദിച്ചപ്പോൾ ചോട്ടെ തും സിഖാ സക്തേ ഹോ, നിങ്ങൾ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നത് പോലെ അവൻ ചോദിച്ചു. അപ്പം എന്തായിരുന്നു ഇതിൻ്റെ അകത്തേക്ക് മീനിങ് വരിക? ചിക്കിനി ഗിട്ടി എന്ന് പറഞ്ഞാൽ മിനുസമുള്ള കല്ല്. നടുക്കട് ഉടാലിയ തിരിച്ചെ ഹോക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളച്ചുകൊണ്ട് ഇങ്ങനെ എറിയുക, കൈകൊണ്ട് തിരിച്ചങ്ങോട്ടേക്ക് ദൂരെ എറിയുക. ഫേങ്കിന എന്ന് പറഞ്ഞാൽ എറിയുക. സദഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കൂടെ ഉപരിതലത്തിലേക്കൂടെ. അതുപോലെ ഏകദം ഒരു നിമിഷം. ഗിട്ടി പൈരാന എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മുകളിലൂടെ. പാനീമേ പത്തർ ഉജ്ജലന അങ്ങോട്ട് മാറിപ്പോവുക, തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് തെറിച്ച് പോവുക എന്നൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഭാഗം. ക്യോം നഹി അബിലോ
नडकड़ ने ध्यान से नीचे देखकर एक गिट्टी उड़ाई और जड़पड़ को दिखाते हुए बोला, गिट्टी ऐसी लो जो ज़्यादा भारी और खुरदरी न हो, हल्की और चिकनी हो और उसे इस तरफ फेंको. എന്താണ് പറഞ്ഞത്? ക്യോ നഹി, എന്തുകൊണ്ടില്ല, എന്തുകൊണ്ടില്ല. ഇപ്പോൾ നടുക്കടനെ ധ്യാൻസ് അബീലോ, ഇപ്പോൾ തന്നെ പഠിപ്പിക്കാം. നടുക്കടനെ ധ്യാൻസ് നീചെ ദേക്കർ ഏക്ക് ഗിട്ടി ഉടായി. നടുക്കട് തന്നെ സ്വയം താഴെ നിന്ന് ഒരു കല്ലെടുത്തു. ഗിട്ടി ഉടായി എടുത്തു. അവർ ജഡപ്പെടുക്കോ ദിഗാത്തെ ഹുയെ ബോല, അവനെ പഠിപ്പിക്കുന്ന രീതിയിൽ ശ്രദ്ധയോടെ താഴെ നോക്കിയിട്ട് ഒരു കല്ലെടുത്ത് അവനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയാണ്, ഗിട്ടി ഐസിലോ. ഗിട്ടി മീൻസ് പറഞ്ഞല്ലോ എന്തായിരുന്നു? കല്ല് ഇങ്ങനെയുള്ളവായിരിക്കണം, വലിയ, അതായത് ജോ ജ്യാദാ ഭാരി ആർ കുർദരി നഹോ എന്ന് പറഞ്ഞ അർത്ഥം കൂടുതൽ ഭാരമുള്ളത്, വെയിറ്റ് ഉണ്ടാവാനും പാടില്ല. അതുപോലെ തന്നെ കുർദരി എന്ന് പറഞ്ഞ അർത്ഥം പരുവരുത്തുള്ളതും ആവാൻ പാടില്ല. നല്ല മിനുസമുള്ള കല്ലാണ് ഞാൻ എടുത്തതെന്ന് നടുക്കട് പറഞ്ഞു. ഹൽക്കി അവർ ചിക്കനി ഹോ, നേരിയതും അതുപോലെ നല്ല മിനുസമുള്ളതും ആയിരിക്കണം. ഉസേ ഇസ് തര ഫേങ്കോ എന്ന് പറഞ്ഞാൽ ഞാൻ എറിഞ്ഞതുപോലെ തന്നെ നീ എറിയൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആ രീതിയിൽ കാണിച്ചു കൊടുത്തു. ലേക്കിൻ പക്ഷേ അബ് തക്ക് ജഡപ്പെടുക്കാ ധ്യാൻ ബണ്ട് ചുഗാത്ത, वो पोकर के पानी पर तैरती बदकों को ध्यान से देख रहा था. അപ്പോഴെന്താണ് നമ്മുടെ കഥയുടെ ലാസ്റ്റ് ഭാഗം പറയുന്നത്? ലേക്കിൻ അബ് തക്ക് ജഡപ്പെടുക്ക ധ്യാൻ ബണ്ട് ചുഗാത്ത. ലേക്കിൻ പക്ഷേ, എങ്കിൽ, എന്നാൽ, അബ് തക്ക് ഇതുവരെയും, ജഡപ്പെടുക്ക ധ്യാൻ അപ്പോഴേക്കും ജഡപ്പടിൻ്റെ ശ്രദ്ധ, ധ്യാൻ മീൻസ് ശ്രദ്ധ, ബണ്ട് ചുഗാത്ത, ബണ്ട് ചുഗന മീൻസ് ധ്യാൻ ഹഡ്ന എന്ന് പറഞ്ഞാൽ മനസ്സും മറ്റൊരു സ്ഥലത്തേക്ക് മാറുക, അതാണ്. पर पोकर के पानी पर तैरती बदकों को ध्यान से देख रहा था. എന്തായാലും അവൻ എവിടെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്? പോക്കർ കെ പാനി പർ എന്ന കുളത്തിലെ ആ വെള്ളത്തിൽ, തൈർത്തി ബദക്കോങ്കോ ധ്യാൻ സെ ദേഖ് രഹാ താ, വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ആ താറാവിനെ അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ അർത്ഥം അതിലായിരുന്നു അവൻ്റെ ശ്രദ്ധയുണ്ടായിരുന്നത്. എല്ലാവർക്കും കഥ മനസ്സിലായിട്ടാവുമെന്ന് കരുതുന്നു. പാഠഭാഗങ്ങളൊക്കെ 3-4 തവണ വായിച്ച് മനസ്സിലാക്കുക, അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ആ സമയത്ത് തന്നെ പഠിച്ച് മനസ്സിലാക്കുക. ലേഖക, നാം, അതുപോലെ വിധ, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പഠിക്കാം. അതുവരെ ഓക്കെ, ബൈ.